വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 3 മുട്ടയും അതുപോലെ 3 ഉരുളൻകിഴങ്ങും വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു കിഡിലെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുകയും ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം പൊട്ടാറ്റോ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. വളരെ കനം കുറഞ്ഞ രീതിയിൽ വേണം ഇത് സ്ലൈസ് ചെയ്തെടുക്കാൻ. ഇതിനായിട്ട് പ്രത്യേക ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് പീലർ കൊണ്ടൊന്ന് അത് പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുക്കണം എന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ആ ഒരു സ്ലൈസിൻ്റെ ഷേപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഇതുപോലെ ഇങ്ങനെ ഈ പീലർ ഒന്ന് സൈഡിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് സ്പീഡിൽ അങ്ങോട്ട് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വെജിറ്റബിളിൻ്റെ തൊലിയൊക്കെ കളയാനായിട്ട് ഉപയോഗിക്കുന്ന പീലറാണ്. അപ്പോൾ അത്ര പോലും കനണ്ടായിരിക്കില്ല ഈ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ പീസുകൾ നമ്മൾ സ്ലൈസ് ചെയ്ത്. നമ്മൾ 3 പൊട്ടാറ്റോസും പീൽ ചെയ്ത് കഴിഞ്ഞു. ഇത് എത്രയൊക്കെയാണ് നമുക്ക് 3 പൊട്ടാറ്റോസും പീൽ ചെയ്ത് കഴിഞ്ഞ ശേഷം കിട്ടിയിട്ടുള്ള പീസുകൾ. വളരെ തിന്നായിട്ടുള്ള പീസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇനി വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം കഴിയും. ഇനി ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു വലിയ ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊഴിച്ച് 3 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് റിലീസായി കിട്ടും. ഇന്ന് നമ്മുടെ റെസിപ്പിക്ക് നല്ല മണവും രുചിയൊക്കെ കൊടുക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയില അരിഞ്ഞത്. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. 3 മുട്ടയും പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കണം. പാപ്രിക്ക പൗഡർ കയ്യിലില്ലെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതലായിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് വിസ്ക്കാണ് ഉപയോഗിക്കുന്നത്. വിസ്ക് ഉപയോഗിച്ചിട്ട് ഞാനിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമെല്ലാം നമുക്ക് കളയാം. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഇതിലെല്ലാ വെള്ളം നമുക്ക് കളയാം. ഇനി ഈ പൊട്ടാറ്റോയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മല്ലിയിലയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് പൊട്ടാറ്റോ ആയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്ത് പൊട്ടാറ്റോ ആയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് 2 ഭാഗമായിട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ളത് മൊസറല്ല ചീസാണ്. ഇത് ഹോം മെയ്ഡ് മൊസറല്ല ചീസാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതൊരു ഷോർട്ട്സ് വീഡിയോ ആണ്. പിന്നീട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്കകത്ത് ഒരു ക്രീമി ടെക്സ്ചർ കൊടുക്കുന്നത് മൊസറല്ല ചീസാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒലിവ് ഓയിൽ ഒരു 1/2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്ത് ഒരു ബ്രഷ് വെച്ച് നമുക്ക് ഇതിലേക്ക് പൊട്ടാറ്റോ മിക്സിൻ്റെ പകുതി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെഡാർ ചീസ് കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ തന്നെ ഒരു ലെയറായിട്ട് തന്നെ ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് എത്ര കണ്ട് കൂടുതലിടുന്നു അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും അതിന്. ഇനി ചീസിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് വീണ്ടും പൊട്ടാറ്റോയുടെ ബാക്കിയുള്ള ആ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ മൊസറല്ല ചീസ് കവർ ചെയ്യാവുന്ന രീതിയിൽ വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പൊട്ടാറ്റോ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളിത് അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ മൂടിയുടെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഒരു പിടുത്തുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. കാരണം ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് കൊട്ടി മാറ്റേണ്ടതാണ്. അപ്പോൾ നമുക്ക് പിടുത്തുള്ള മൂടിയാകുമ്പോൾ അതിലേക്ക് തന്നെ മാറ്റാവുന്നതാണ്. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് നോക്കി ഗോൾഡൻ കളറായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടി മാറ്റി വെക്കാം. അപ്പം ഞാൻ ഈ മൂടിയിലേക്ക് തന്നെയാണ് കേട്ടോ കൊട്ടുന്നത്. എന്നിട്ട് വീണ്ടും ഫ്രൈ പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒലിവ് ഓയിൽ ഒന്നും കൂടി തൂത്ത് കൊടുത്ത ശേഷം മറുപുറം വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് പൊട്ടാതെ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ അരികൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഒന്ന് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാനൊരു ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് നോക്കി വീണ്ടും ഗോൾഡൻ കളർ ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് കൊട്ടി മാറ്റാണ് ചെയ്യണത്. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ചീസൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചീസിൻ്റെയും മല്ലിയിലയുടെ ഒക്കെ മണം നന്നായി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലൊന്ന് ലൈക്ക് ചെയ്യുക.
അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.